ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1264 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത യെശയ്യാ പ്രവചനം 45 അധ്യായം 5 തിരുവചനമാണ്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. പേർഷ്യൻ രാജാവായ കോരേശിനോട് ദൈവം അരുളി ചെയ്യുന്നതാണ് ഈ തിരുവചനം. കോരേശ് യഹോവയെ അറിയുന്ന ആൾ ആയിരുന്നില്ല. എന്നിട്ടും തന്റെ പദ്ധതിക്കായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവം അവനോട് പറയുകയാണ്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നാം പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്നതിന് മുമ്പേ, നാം ദൈവത്തെ അറിയുന്നതിന് മുമ്പേ, നാം ഒരു വിശ്വാസിയായി തീരുന്നതിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞിരുന്നു. യിരെമ്യാ പ്രവചനം 1 അധ്യായം 5 തിരുവചനത്തിൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും, ദൈവം എവിടെയാണ്? എന്തുകൊണ്ട് എനിക്കിത് വന്നു? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാകും, എല്ലാറ്റിനെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ അരമുറുക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ദൈവം നമ്മെ ഒരുക്കിയിട്ടുണ്ട്, ഒരു ദൗത്യത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ കാണാതിരുന്നാലും ദൈവം നമുക്കായി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ അദൃശ്യകരത്തെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുവോ? നാം ദൈവത്തെ കാണാതിരുന്നാലും ദൈവം നമ്മെ കാണുകയും തന്റെ പദ്ധതിക്കായി നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.